ഹായ് സിസ്റ്റേഴ്സ്, ഞാനിപ്പോൾ പ്ലം കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പ്ലം കേക്ക് ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല. എന്നാൽ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ വളരെ എളുപ്പത്തിലും രുചികരമായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇപ്പോൾ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരു ചീനച്ചട്ടിയിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാര ഇട്ടതിന് ശേഷം മാത്രം ഇതിൻ്റെ തീ ഓണാക്കി കൊടുക്കാം. എന്നിട്ട് പതുക്കെ തന്നെ ഇതേ സൈഡിലോട്ട് തന്നെ ഒന്ന് മെൽറ്റായി തുടങ്ങാൻ വരുന്നുണ്ട്. അതിനുശേഷം പൂർണ്ണമായിട്ടും ഇതേപോലെ ഒന്ന് മെൽറ്റായി തുടങ്ങുമ്പോഴത്തേക്കും ഇതിലോട്ട് ആവശ്യമുള്ളത് 1/4 കപ്പ് ഇളം ചൂട് വെള്ളമാണ്. എത്രയാണോ പഞ്ചസാര എടുത്തത് അത്ര തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കാം. പഞ്ചസാര കട്ട പോലെ ആയിരിക്കും. അത് കുറച്ച് കഴിയുമ്പോൾ ഇതേപോലെ ഒന്ന് മെൽറ്റായി തുടങ്ങണം. ഒരു കട്ടിയായി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി കേക്ക് തയ്യാറാക്കാനുള്ള ടിന്ന് നമുക്ക് ബട്ടർ തടവിയിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കണം. 6 ഇഞ്ചിനുള്ള ടിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അതിന് വേണ്ടിയിട്ടുള്ള പൊടികൾ 1/2 കപ്പ് മൈദാപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഒരു അരിപ്പയിൽ ഇട്ട് കൊടുക്കാം. അതേപോലെ ഒരു 3/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഡേറ്റ് കറക്റ്റായിരിക്കണം. ഡേറ്റ് കഴിഞ്ഞ ബേക്കിംഗ് പൗഡറൊന്നും എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് 1-2 പ്രാവശ്യം നമുക്ക് ഇതേപോലെ ഒന്ന് അരിച്ചെടുക്കാം. അതവിടെ മാറ്റി വെക്കാം. 1/2 കപ്പ് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് നട്ട്സാണ്. ഞാനിപ്പോൾ ക്രാൻബെറി, ഉണക്കമുന്തിരി, ബ്ലാക്ക്, പിന്നെ ഗോൾഡൻ എടുത്തിട്ടുണ്ട്, പിസ്ത എടുത്തിട്ടുണ്ട്, കുറച്ച് ബദാമും കാഷ്നട്ടൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണ് ഉള്ളത് അത് വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി. അതിലോട്ട് 1 സ്പൂണ് മൈദപ്പൊടി ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് യോജിപ്പിച്ച് എടുക്കുക. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് സ്പൈസസും കൂടി ആവശ്യമുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്ക, ജാതിക്ക ഇവയെല്ലാം കൂടി ഒന്ന് തരിതരിപ്പായിട്ട് ഒന്ന് പൊടിച്ചിട്ട് അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് 2 കോഴിമുട്ടയാണ്. റൂം ടെമ്പറേച്ചറുള്ള മുട്ട എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് 1/2 കപ്പിലും താഴെയാണ് ഞാനിപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുള്ളത്. പഞ്ചസാരയും മുട്ടയും നല്ലവണ്ണം ഒരു ഫോർക്കോ വിസ്കോ വെച്ചിട്ട് നല്ല അലിയുന്ന വിധത്തിൽ വേണം ഒന്ന് കലക്കിയെടുക്കാനായിട്ട്. അല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിൽ ഒഴിക്കാവുന്നതാണ്. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ പൈനാപ്പിൾ എസൻസാണ് എടുക്കുന്നുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് എസൻസാണോ ഉള്ളത് അത് ഒരു 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പഞ്ചസാര നല്ലവണ്ണം ഇതിൽ നിന്ന് മെൽറ്റായി വരണം. ഈ പഞ്ചസാര മെൽറ്റാവില്ലെങ്കിൽ നമുക്ക് കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ അതിന് മുകളിൽ ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന പോലെ കിട്ടുന്നുണ്ടല്ലോ, അത് ഈ പഞ്ചസാര ആവാത്തതിൻ്റെ പേരിലാണ് അങ്ങനെ ആവുന്നത്. അപ്പോൾ ഈ പഞ്ചസാര പൂർണ്ണമായി നല്ലവണ്ണം മുട്ടയിൽ ഇട്ടിട്ട് യോജിക്കുന്ന വിധത്തിൽ വേണം ഒന്ന് കലക്കിയെടുക്കാനായിട്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അത് മിക്സായി തുടങ്ങുമ്പോഴത്തേക്കും നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള പൊടിയുണ്ടല്ലോ, മൈദാപ്പൊടി, അത് കുറേശ്ശെ ആയിട്ട് ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ വേണം ഇതൊന്ന് ഇങ്ങനെ ഇളക്കിയെടുക്കാനായിട്ട്. 3 പ്രാവശ്യമായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. കട്ടയില്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒന്നിച്ച് ഇട്ട് കൊടുത്താൽ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കൊരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പാച്ചില വെച്ചിട്ടോ ഇളക്കാവുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരണേ. ഇതുപോലുള്ള ഒരുപാട് ഈസി റെസിപ്പി എൻ്റെ ചാനലിലുണ്ട്. ഒന്ന് കയറി നോക്കണേ. ഇഷ്ടമായാലും ഫോളോ ചെയ്യാൻ മറക്കരുത്. അങ്ങനെ പൊടികൾ പൂർണ്ണമായും ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി ഇതേ കട്ടിയിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള സിറപ്പ് ഉണ്ടല്ലോ, ഷുഗർ സിറപ്പ്, നല്ല തേൻ പോലെ ആയി കിട്ടിയിട്ടുണ്ട്. അത് കൂടി ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. വളരെ ഈസിയാണ്. ഇതിൽ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുറേ പണിയുണ്ട്. അത്ര പണിയൊന്നും ഇല്ല കേട്ടോ. എന്നിട്ട് നമുക്ക് നേരത്തെ പൊടിച്ച് മാറ്റിയിട്ടുള്ള സ്പൈസസ് 1 ടീസ്പൂൺ വീതം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ടും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതിൽ കുറച്ച് കൂടുതലുണ്ട് ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ട്. എന്നിട്ട് നമുക്ക് 1 സ്പൂൺ വെച്ചിട്ട് അതിൽ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും 1 ടീസ്പൂണ് വിനാഗിരിയും കൂടി ഒന്ന് ഒഴിച്ചിട്ട് പതയുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഈ ബാറ്ററിലോട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നുള്ളത്. അപ്പോഴത്തേക്കും സ്റ്റോ ടോപ്പിലാണ് ഞാൻ ഉണ്ടാക്കാൻ വെച്ചിട്ടുള്ള പാത്രം 5 മിനിറ്റ് ചെറിയ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒന്ന് ചൂടായി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കേക്ക് ടിന്നിലോട്ട് ഈ ബാറ്റർ ഒഴിച്ചിട്ട് 2-3 പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നേരത്തെ ചൂടാക്കാൻ വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഇറക്കി വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ ഉടനെ ഒന്ന് തുറന്നിട്ട് ഞാൻ അതിന് മുകളിലോട്ട് കുറച്ച് കാഷ്നട്ടും കിസ്മിസും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ച് കൊടുത്താൽ മതി.
ഇത് കുറച്ച് സമയത്ത് വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ പേരിൽ അതൊന്ന് അടിയിൽ പോയിട്ടുണ്ടായിരുന്നു. ഇതാ കണ്ടല്ലോ, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അത് അടിയിൽ പോയിട്ടുണ്ടായിരുന്നു. ഒന്ന് ഉറച്ചതിന് ശേഷം മാത്രം അങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്കതിൻ്റെ ബട്ടർ പേപ്പർ എടുത്ത് മാറ്റാം. ചൂടാറിയതിന് ശേഷം ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിതിനെ കട്ട് ചെയ്യാവുന്നതാണ്. ബേക്കറിയിലെല്ലാം പോയിട്ട് വാങ്ങിക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ നല്ല വൃത്തിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ക്രിസ്മസ് കേക്കും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് സെയിൽ ചെയ്യാനും ഇത് ഉപകരിക്കുന്നതാണ്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളെ കൂട്ടുകാർക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ.